കുലദേവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പരദേവത എന്ന് പറയുന്നത് ആ ഒരു ഒരു കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള പരദേവത, ആ നിലയിൽ ആ സങ്കല്പത്തിൽ അതിനെ എടുക്കാറുണ്ട്. പരദേവത ഒരു കുടുംബത്തിൻ്റെ ഉപാസനാമൂർത്തി, ആ കുടുംബത്തിന് വളരെ വൈശേഷികമായി ഒരു തറവാടിന്, ആ തറവാട്ടിലുള്ള പരമ്പരകൾക്ക് വളരെ വൈശേഷികമായി ആരാധിച്ചു വരുന്ന ഒരു മൂർത്തി എന്ന നിലയിലാണ് പരദേവതയെ സങ്കല്പിക്കുന്നത്. ഭരദേവത എന്നൊരു മറ്റൊരു വാക്ക്, പരദേവത എന്നുള്ളതിന് പകരം ഭരദേവത, ഭരിക്കുന്ന ദേവത അല്ലെങ്കിൽ വഹിക്കുന്ന ദേവത, ഭാരം വഹിക്കുന്ന ദേവത, അതായത് കുടുംബത്തെ മുഴുവൻ ചുമലിലേറ്റുന്ന ദേവത എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഈ ഭരദേവത എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇനി കുലദേവത എന്താണ് എന്ന് ചിന്തിക്കാം. കുലദേവത എന്നാൽ ഒരു കുലത്തിൻ്റെ, അതായത് ചില സമുദായത്തിൻ്റെ, ചില വൈശേഷികമായിട്ടുള്ള സമൂഹത്തിൻ്റെ, ആ മുഴുവൻ സമൂഹവും ആചരിക്കേണ്ട, വലിയൊരു സമൂഹം മുഴുവൻ ആചരിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മുഴുവൻ ദേവതയായിട്ടുള്ള മൂർത്തിയായി, ഒരു ഒറ്റ കുടുംബത്തിൻ്റെ മാത്രമല്ല അനേകം കുടുംബങ്ങളുടെ മൂർത്തി ആയിട്ടുള്ള, ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവതയാണ് കുലദേവത എന്ന് പറയുന്നത്.